ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക, ഇതിൻ്റെ എ സിയാണ്. ഇതിൻ്റെ എൻ്റെ റൂമിലേക്ക് പോണ വഴിയാണ്. ഇതെൻ്റെ മോളെ ഞാൻ കെടുക്കണേ. ഇത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ അതും പറയണേ, എ സി ഫിറ്റ് ചെയ്തിട്ട് ഈ എ സിമെന്ന് വെള്ളം ഇങ്ങനെ ഇറ്റുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റുമ്പോൾ ഇവിടെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ഈ എ സി ഇവിടെ വെക്കരുത്, ഇങ്ങനെ വെള്ളം ഇറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകുന്നതാണ്. അപ്പോൾ ആകെ പേടിയായി, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവുമില്ല. അങ്ങനെ എന്താ നിങ്ങളോട് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ ചെറുള്ളിൽ കിടക്കാൻ പറ്റണമെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന് തണുത്താൽ പിന്നെ ഞാൻ സാധാ ഫാൻ ഇടുക ചെയ്യുക. അതിന് വേണ്ടി ഒരു സെക്കൻഡ് എ സി വാങ്ങി വെച്ചതാണ്. പക്ഷേ എന്താ ചെയ്യുക, വെള്ളം ഇങ്ങനെ ഇട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് അങ്ങനെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. അതും വല്ലാത്തൊരു ഇടങ്ങറ്. അങ്ങനെ ഞാൻ എന്താ മനുഷ്യൻ്റെ ബുദ്ധിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പറയാം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പടച്ചോണ്ട് നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളെ മനസ്സിലെ വിഷമം നമ്മളിങ്ങനെ റബ്ബിനോട് കണ്ട് അടുത്താൽ മതി. പടച്ചോനുമായിട്ട് കണ്ട് അടുക്കുമ്പോൾ പടച്ചോൻ നല്ലൊരു ചിന്ത, നമുക്ക് നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ഹൃദയത്തിൽ കൊണ്ട് കടന്നു വരും. നമ്മളെ ചിന്തയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്. ഓരോ ചിന്തിച്ചിട്ടല്ല നമ്മൾ വിജയത്തിലേക്ക് കടന്നു വെച്ചിട്ടുണ്ടായി. ചിന്തിച്ചിട്ടല്ല നമ്മൾ ഓരോ കാട്ടിലേക്ക് കടക്കുമ്പോഴല്ലേ നമ്മളൊക്കെ രക്ഷപ്പെടണേ. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലാതെ ആകെ മനസ്സിൽ ബേജാറായി. കാരണം വെച്ചാൽ ഇങ്ങനെ മറ്റുള്ളവരെ നമ്മളെ നമ്മൾ വാടകയ്ക്ക് എടുത്ത റൂമാണ്. എന്തിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഈ എ സി പിന്നെ ഇവിടെ വേറെ എവിടെയും വെക്കാൻ പറ്റൂല, നീട്ടി കൊണ്ടുപോകണില്ല. അവസാനം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ റബ്ബിനോട് ഇങ്ങനെ അടുത്തെക്കുമ്പോൾ പടച്ചോൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, 5 ലിറ്ററിൻ്റെ ക്യാൻ എടുക്ക്. 5 ലിറ്ററിൻ്റെ ക്യാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കണ്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറേ മണ്ണ് നിറച്ചിട്ട് അവിടെ കമ്പിയായിട്ട് അടി കെട്ടിക്കാളെ. ഇവിടെ കാണി എൻ്റെ മനസ്സ് പറഞ്ഞാട്ടാ, ഇതാ കണ്ടില്ലേ, ആ കമ്പിയായിട്ട് അടി കെട്ടിക്കോ. എന്നിട്ട് കെട്ടിയിട്ട് ആ വെള്ളം ഇറ്റി വീണത് അത് ആ മണ്ണിങ്ങനെ പിടിച്ച് വലിക്കും. മനസ്സിലായില്ലേ? ആ എ സിയിൽ നിന്ന് ഇങ്ങനെ എപ്പോഴേലും വെള്ളം ഇറ്റുമ്പോൾ രാത്രിയാണ് എ സി വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വെള്ളം ഇറ്റുന്നത് കംപ്ലീറ്റ് അതിൽ പൊടിമണ്ണ് നിറച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കെട്ടിക്കാണ്ട് ഞങ്ങൾ. അപ്പോൾ ആ എ സിയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ അതിൽ വരും. അപ്പോൾ അതിൽ എത്ര വെള്ളം ആയാലും ആ മണ്ണിങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുമ്പോൾ പിന്നെ എന്തായി, നമ്മളിപ്പോൾ 24 മണിക്കൂറും 48 മണിക്കൂറും നമ്മൾ എ സി ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. കാരണം അങ്ങനെ ആയി വരുന്ന വെള്ളത്തിനെ മണ്ണിങ്ങനെ അത് നിങ്ങളോട് എന്താ പറയുക. ഞാൻ പടച്ചവനോട് ഇങ്ങനെ വല്ലാതെ ചിന്തിച്ച്, റബ്ബെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചാട്ട് റബ്ബിനോടല്ലാതെ നമുക്ക് വേറെ ആരോടും പറയാനില്ല. അപ്പോൾ ഇങ്ങനെ പടച്ചവൻ മലക്കിനോട് കൊടുത്തുകൊണ്ട് ഇറക്കും നമ്മളെ ഹൃദയത്തിലേക്ക്. എന്നിട്ട് നമ്മളോട് പറയുന്ന ചിന്തിക്കുക, അതിൽ തന്നെ വീണ്ടും ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എന്നോട് ആരോ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യുക, ഡ്രം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചുവിടും. അപ്പോൾ അത് വെച്ച കാരണം ഒരുപാട് കൊല്ലമായി ഇതിപ്പോൾ, ഏകദേശം 2 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലത്തോളമായി. പക്ഷേ ഞാൻ ഇപ്പോൾ റൂമിലേക്ക് വരാൻ നേരത്ത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അതും കൂടി വീഡിയോ എടുത്ത് വിട്ടതാണ്. കാരണം എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല, ഇങ്ങനെ ലോകത്തോട് വിളിച്ച് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്രാമത്തെ, 23/5/2025. ഓക്കെ. ഞാൻ അങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ, റോഡരികിൽ നിങ്ങളെ കടറ അവിടെയൊക്കെ ഇങ്ങനെ എ സിയിൽ വെള്ളം ഇറ്റി വെച്ചാൽ അതേമാതിരി ഒരു ഡബ്ബ വെച്ചിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ, കുറച്ച് മണ്ണ് നിറച്ച് കൊടുത്താൽ ഒരു പ്രശ്നം വരില്ല. നിങ്ങൾക്ക് ഒരു പൈപ്പ് ഇടേണ്ട ഒരു ആവശ്യം ഇവിടെ വരില്ല. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റെല്ലാവർക്കും ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഓരോ ബുദ്ധി പടച്ചം കൊടുക്കുമ്പോൾ ആ ബുദ്ധി ചിലപ്പോൾ മറ്റവർക്ക് ഇഷ്ടപ്പെട്ട അതുമായിട്ടാണ് മുന്നോട്ട് പോകുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഓക്കെ.